ഹർഷ, കഴിഞ്ഞ കുറെ നാളുകളായി വിവാദമായിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യം നമ്മൾ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല ഒരു ഉറച്ച ചുവട് വച്ചിരിക്കുകയാണ്. CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ പത്മകുമാറിനെ പുറത്താക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴൊക്കെ SIT ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ തന്നെയും ചെറിയ എന്തെങ്കിലും ഒരു ക്ലൂ ഇട്ട് കൊടുക്കുന്ന ഒരു നിലയിൽ ഇതിനു മുൻപ് രമേശ് ചെന്നിത്തല രംഗത്തെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പലപ്പോഴായി ഇത്തരത്തിൽ SIT-യെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ പത്മകുമാറിനെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം തന്നെ കൃത്യമായ ഒരു കാരണം പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ 10 കോടി രൂപ പിരിച്ചിരുന്നു എന്നുള്ളത്. ഈ പിരിച്ച 10 കോടി രൂപ എവിടെ പോയി, അത് ആരുടെ, ഈ പറയുന്ന പത്മകുമാറിന്റെ നേതൃത്വത്തിൽ അത് എന്ത് ചെയ്തു, ഏത് വഴിക്കാണ് അത് ചെലവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരങ്ങളും പിന്നീട് പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴായി പറഞ്ഞിരുന്നത് പോലെ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ ഈ പറയുന്ന CPM-ൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവർ വാ തുറന്നാൽ ചിലപ്പോൾ മറ്റു പല നേതാക്കന്മാരുടെയും മറ്റു പല കള്ളക്കളികളും പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇതിനു മുൻപ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. നമ്മൾ മാത്രമല്ല, നമ്മൾ പോലെ തന്നെ മറ്റു പല മാധ്യമങ്ങളിലൂടെയും ഇത് പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു രഹസ്യം എന്തായിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ മലയുടെ ഏറ്റവും ചെറിയൊരു അറ്റമാണ് ഈ പറയുന്ന 10 കോടിയുടെ അഴിമതി എന്ന് പറയുന്നത്. കൃത്യമായി ഈ പറയുന്ന പത്മകുമാറിനെ പുറത്താക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് അദ്ദേഹം കൃത്യമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് CPM എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നില്ല. CPM-നെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്മകുമാറിന്റെ കാര്യത്തിൽ CPM-ന് ഇപ്പോഴും പത്മകുമാറും വാസുവും കുറ്റാരോപിതർ മാത്രമാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് എന്നാണ് CPM-കാർ ഇരുട്ടുകൊണ്ട് ഊട്ടി അടയ്ക്കുന്നത് പോലെ ചോദ്യം ഉന്നയിക്കുന്നത്. ഇവിടെ കൃത്യമായി എന്തുകൊണ്ട് പത്മകുമാറിന്റെ ജാമ്യം കോടതി നിഷേധിച്ചു എന്നുള്ളത് കോടതിയുടെ വിധിന്യായത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ CPM എന്തുകൊണ്ട് ഇവർ നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അവർ തരുന്ന ഉത്തരം എന്ന് പറയുന്നത് അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്, അയാൾക്കെതിരെ ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് രമേശ് ചെന്നിത്തല തുറന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. പത്മകുമാർ ഒരു ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നു. ആ ജാമ്യം പരിഗണിച്ചുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത്താണ് വിധിന്യായം പുറപ്പെടുവിക്കുന്നത്. 2026 ജനുവരിയിൽ പുറപ്പെടുവിച്ച ഈ വിധിന്യായത്തിൽ വ്യക്തമായി തന്നെ പത്മകുമാർ ചെയ്ത കുറ്റങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അത് മുഴുവനായും അറിയില്ല എങ്കിൽ പോലും കൃത്യമായി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. പാർട്ടിക്ക് അത് കൃത്യമായി അത് രേഖപ്പെടുത്തിക്കൊണ്ട് നടപടിയെടുക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് രമേശ് ചെന്നിത്തല ഉത്തരം നൽകുന്നത്. 10 കോടിയുടെ എന്തോ തിരിമറി നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? കാരണം പാർട്ടി എന്തിനെയോ ഭയക്കുന്നുണ്ട്. അയാളുടെ വായിൽ നിന്ന് വരുന്ന എന്തിനെയോ ഭയക്കുന്നത് കൊണ്ട് തന്നെയാണ് പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തതെന്ന് നമ്മൾ കണ്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പേരിനെങ്കിലും ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇത്ര വലിയ നാണംകെട്ട തോൽവിയിലേക്ക് ഇടതുപക്ഷം വീടിലായിരുന്നു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുമ്പോഴും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരു പേരിനെങ്കിലും ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പടുകുഴിയിലേക്ക് വീഴില്ലായിരുന്നു. അപ്പോൾ ആ പാത ചൂസ് ചെയ്യാതെ ഇപ്പോഴും പത്മകുമാറിനെ വഹിക്കാനുള്ള പാത അവർ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലും വലിയ എന്തോ തിരിച്ചടി അവർക്ക് നേരിടാനുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലും നാണംകെട്ടൊരു തോൽവിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമെന്നതും തീർച്ചയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു ആരോപണത്തിന് പിന്നാലെ SIT പോവുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളും പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന കേസിന് നമുക്കറിയാം കുറേ ദിവസങ്ങളിലായി പ്രത്യേകിച്ച് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്ഡേഷൻസ് ഒന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഇതിനുശേഷം എനിക്ക് ഉണ്ണികൃഷ്ണൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ അഭിഭാഷകനായി വരാൻ സാധ്യതയുണ്ട്. കൂടത്തായി കേസ് പോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രമുഖമായ ഈ പറയുന്ന ജിഷ കൊലക്കേസ് പോലെയുള്ള പല കേസുകളിലെയും പ്രതികളെ ഇന്നും ജയിലിൽ കഴിയാൻ കാരണക്കാരനായ അല്ലെങ്കിൽ കൃത്യമായി നീതി വാങ്ങിക്കൊടുക്കാൻ കാരണക്കാരനായ അദ്ദേഹം ഈ പറയുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ പറയുന്ന പ്രതികൾ എല്ലാവരും തന്നെ ഈ മഴിക്കുള്ളിൽ നിന്ന് പുറത്തു വരില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഈ പറയുന്ന CPM-ന്റെ ഈ പറയുന്ന പത്മകുമാറിനെ മാറ്റി നിർത്താതിരിക്കുന്നതിനുള്ള കാരണം അവർ പറയുന്നത് പോലെ ഈ പത്മകുമാർ ചെയ്ത തെറ്റ് കൃത്യമായ തെറ്റെന്ന് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത നിലയിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിച്ചു, രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അയാൾക്ക് ജാമ്യം ലഭിച്ചെങ്കിൽ പത്മകുമാറിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും പത്മകുമാറിന്റെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കിയുള്ളതൊക്കെ തന്നെയും സ്വാഭാവികമായി
താൽക്കാലികമായ ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോഴും പത്മകുമാറിന് അതിന് സാധിക്കില്ല എന്ന് കോടതി വിധി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പത്മകുമാർ വലിയൊരു തെറ്റിന് കാരണക്കാരനായിട്ടുണ്ട്. CPM ഇനിയും ഇദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല മറ്റു പലപ്പോഴായി പല കാരണങ്ങൾ കൊണ്ട് CPM തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശബരിമല പോലെ വിശ്വാസികളെ ബാധിക്കുന്ന ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് വീണ്ടും കുറ്റാരോപിതനാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ CPM ചില നേതാക്കൾ പറഞ്ഞതുപോലെ കോടതി ഇയാളെ പത്മകുമാറിനെ മാത്രമല്ല വാസുവിനെ ആണെങ്കിൽ പോലും കുറ്റക്കാരെന്ന് വിധിച്ചുകൊണ്ട് ശിക്ഷ നൽകിയാലും CPM പാർട്ടി കോടതി ഇവരെ കുറ്റക്കാരായി കാണില്ല. അന്നും ഇവർ കുറ്റാരോപിതർ മാത്രമാണ്. ചിലരുടെയൊക്കെ താല്പര്യങ്ങൾ കൊണ്ട് ബലിയാടാക്കേണ്ടി വന്നവർ എന്നിവർ പറയുമ്പോൾ ഈ പറയുന്ന ആരുടെ താല്പര്യം കൊണ്ടാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഇന്നും ഈ ഒരു കേസിൽ ഇവർ വാ തുറക്കാതെ ഇവർക്ക് മുകളിലുള്ള മറ്റു പലരെയും സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മുരാരി ബാബു പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ED അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷം പിന്നീട് യാതൊരു അപ്ഡേഷനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ SITയും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു കേസിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വഴി തീരുമാനിക്കുന്നത് കേസ് ഏത് വഴിക്ക് പോകണം, കേസ് എവിടെ ചെന്ന് അവസാനിപ്പിക്കണം, കേസ് ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും എപ്പോൾ അടുത്ത ഒരു നിലയിലേക്ക് എത്തിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതെ, ഓക്കെ. അപ്പൊ ആദ്യം ഹർഷ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ കേസിന്റെ മെല്ലെ പോക്കിൽ കൃത്യമായ ഇടവേളകളിൽ ഇടപെടുന്ന രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിനെ പറ്റി അദ്ദേഹം ഇതിനു മുൻപ് നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായിരുന്നു 2016-ലോ 2019-ലോ ആണ്, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, തിരുവനന്തപുരത്ത് വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വെച്ച ഒരു D മണിയുമായും പിന്നെ ഒരു സമുന്നത നേതാവുമായും ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നൊരു പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കേസിൽ നിർണായകമായിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഇടപെടാൻ പറ്റാറില്ല ഈ SIT സംഘത്തിൽ എങ്കിൽ പോലും ഹൈക്കോടതി നേരിട്ട് ഒരു സംഘത്തെ നിയോഗിക്കുന്നു. ആ സംഘം വ്യക്തമായി തന്നെ ഇത് അന്വേഷണം നടത്തുന്നു. അപ്പോൾ നമ്മൾ എല്ലാ കാലത്തും എപ്പോഴാണെങ്കിലും SITയെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ CPM പ്രവർത്തകർ പറയുന്നതാണ്, അപ്പോൾ നിങ്ങൾ ഹൈക്കോടതിയാണോ വിമർശിക്കുന്നത്, നിങ്ങൾ ഹൈക്കോടതിയാണോ പറയുന്നത്, കോടതി ലക്ഷ്യമല്ലേ എന്നൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ SITയെ തൊടാൻ കഴിയില്ല, വിമർശിക്കാനും കഴിയില്ല എന്നുള്ളൊരു ഗതിയിലേക്ക് പൊതുജനത്തെ തള്ളിവിടുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി തന്നെ വിമർശിച്ചിരുന്നു. SITയുടെ മെല്ലെപ്പോക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായി ഇടപെടണമെന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേസ് ഇപ്പോൾ നല്ല ഗതിയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കാം. സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഇടപെടാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അതിൽ CPM പ്രവർത്തകരുടെ പങ്ക് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അതിനുള്ളിൽ CPM പ്രവർത്തകരുണ്ട്, സ്വാധീനം ചെലുത്താൻ സാധിക്കുമായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ഇതെല്ലാം ഒരു സംശയങ്ങൾ മാത്രമായി നിലനിൽക്കുന്നു. ഈ സംശയങ്ങൾ നിലനിൽക്കാനുള്ള കാരണവും ഈ സംഘം തന്നെയാണ്, SIT സംഘം തന്നെയാണ്. കാരണം ഇത് കേസ് എവിടെ എത്തുന്നില്ല, നമുക്ക് തൊണ്ണി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ആരൊക്കെ ഇൻവോൾവ് ആണെന്ന് അറിയുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ച ആൾക്കാർ എവിടെയാണെന്ന് അറിയില്ല. എത്ര തവണ കൂടിക്കാഴ്ച നടത്തി, ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തി, എന്തൊക്കെ സാധനങ്ങൾ പോയി, അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ പലരും ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിനെല്ലാം ഉത്തരം തരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, CPMന്റെ ഉള്ളിൽ ഒരു പ്രശ്നം നടക്കുകയാണ്. CPM ഒരു പ്രവർത്തകനെ ആരോപണ വിധേയനായ അല്ലെങ്കിൽ നടപടി നേരിടുന്ന കസ്റ്റഡിയിലുള്ള ഒരു പ്രവർത്തനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവ് പോയാണ് പറയുന്നത്, നിങ്ങൾ എന്താണ് നടപടി എടുക്കാത്തതെന്ന്. ഇതിൽ പരം നാണക്കേട് CPMന് ഉണ്ടാകാനില്ല. ഉടനടി നടപടിയെടുത്താൽ ഈ പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നാണംകെട്ട തോൽവിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കും. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ SIT എത്രയൊക്കെ വഴിമുടക്കി കേസിനെ മുന്നോട്ട് നയിക്കാൻ തയ്യാറാകാതെ മാറി നിന്നാൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് സംസ്ഥാന സർക്കാരിന്റെ ഒരു നീക്കം ഉണ്ടെങ്കിൽ പോലും, ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല, പക്ഷെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ കൃത്യമായി ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷം, നമ്മുടെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പലരും രംഗത്ത് വരുമെന്നും അവരുടെ രീതിയിലുള്ള അന്വേഷണങ്ങളും അവരുടെ രീതിയിലുള്ള കണ്ടെത്തലുകളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇതിന് മുൻപ് പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ഇനിയും ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് SITക്ക് സമ്മർദ്ദം ഉണ്ടാകും. SITക്കും അന്വേഷണം മുന്നോട്ട് പോയേ തീരൂ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പലരും പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റു പല നേതാക്കന്മാരും മറ്റു പലരും കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു സമയത്ത് കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഒന്നും വരുന്നില്ല. ഇതിനെല്ലാത്തിനും കൃത്യമായ ഒരു ഉത്തരം SIT തരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു മൊഴി എത്തി നിൽക്കുന്നത്.